അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിത്യജീവിതത്തിൽ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, പ്രയാസങ്ങളാണ്, കടം കൊണ്ട് വിഷമിക്കുന്നവർ, കുടുംബത്തിൽ യാതൊരു തര സ്വൈരവുമില്ല, സ്വൈരക്കേടുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഒരുപാട് വിഷമങ്ങൾ, മക്കൾ വഴിതെറ്റി പോകുന്നു, ഭർത്താക്കന്മാർ കള്ളുകുടിയന്മാരാകുന്നു, മക്കൾ മദ്യപാനികളാവുന്നു, മരുമക്കളും അമ്മായിമ്മയും തമ്മിൽ എന്നും വഴക്കു തന്നെ, കുടുംബ പ്രശ്നങ്ങൾ, അതുപോലെ കടം കൊണ്ട് വലഞ്ഞ്, കടം കൊണ്ട് എല്ലാം മുതലും നഷ്ടപ്പെട്ട് ബിസിനസ് പൊളിഞ്ഞുപോയി, ഗൾഫിലുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു, വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിത്യേനെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ എന്നെ അറിയിക്കാറുണ്ട്. ഞാൻ വലിയൊരു ദുആക്കാരനായതുകൊണ്ടല്ല, എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുന്ന പല ആളുകളും എന്റെ കൂട്ടത്തിൽ ഉണ്ടാവും. അവർക്ക് ഏതെങ്കിലും ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജവാബ് നൽകുകയാണെങ്കിലോ എന്ന് പ്രതീക്ഷിച്ചത് കൊണ്ടാണ്. മാത്രമല്ല, ഉംറയ്ക്കും മറ്റൊക്കെ പോകുന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞവരെയും അതുപോലെ അവരുടെ പ്രത്യേക കാരണങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരെയൊക്കെ പ്രത്യേകം ഉൾപ്പെടുത്തി എല്ലാ ഭാഗങ്ങളിലും ഞാൻ ദുആ ചെയ്യാറുണ്ട്. അള്ളാഹു നമ്മിൽ നിന്നൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളുള്ള, പ്രതിസന്ധികളുള്ള, പ്രയാസങ്ങളുള്ള ആളുകൾക്ക് ഒരു സൊല്യൂഷൻ, അതായത് ഒരു മാർഗം, അത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമന്റ് ബോക്സിൽ എന്തായാലും വേണം നിങ്ങളുടെ അഭിപ്രായം. ഒന്നുമില്ലെങ്കിൽ ദുആ ചെയ്യണമെന്നെങ്കിലും നിങ്ങളൊന്ന് എഴുതിവിട്ടാൽ വളരെ ഉപകാരമാകുമായിരുന്നു. നിങ്ങൾ ഇത് കണ്ടവരാണെന്ന് എനിക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്താണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. സൂറത്തുൽ അഹ്സാബ് 56-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യം ചെയ്യുന്നു, എന്റെ മലക്കുകൾ അക്കാര്യം ചെയ്യുന്നു, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും ചെയ്യുക എന്ന് പറഞ്ഞ് ഒരു കൽപ്പന രൂപത്തിൽ വന്ന ഒരു ആയത്താണിത്. എന്താണ് ആ പറഞ്ഞത്? എന്താണ് ആയത്തിലൂടെ നമ്മൾ പറയുന്നത്? ഇത് കേൾക്കുമ്പോൾ ഈ ആയത്ത് ഞങ്ങളൊക്കെ പരിചയമുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് വീഡിയോ വിട്ടേച്ചു പോവേണ്ട. ഇതിന്റെ ബാക്കി ഭാഗം കൂടി കേട്ട് അവസാനം വരെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു 4-5 മിനിറ്റ് കൂടി നിങ്ങൾക്ക് ക്ഷമിച്ചിരുന്നത് കേൾക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു വഴിത്തിരിവായി ഇത് മാറും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നു, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി. നിശ്ചയമായും അല്ലാഹുവും അവന്റെ മലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ സ്വലാത്ത് ചൊല്ലുന്നത് പോലെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള സ്വലാത്ത് ചൊല്ലലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹം വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി മറ്റൊന്നെന്താണ്? വമലായികതുഹു, മലക്കുകളും സ്വലാത്ത് ചൊല്ലുകയാണ്. മലക്കുകൾ എങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നു? അള്ളാഹുവിന്റെ റസൂലിന് റഹ്മത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവും മലക്കുകളും ചെയ്യുന്ന കാര്യമായത് കൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഏ സത്യം സ്വീകരിച്ചവരെ, ഏ സത്യപാന്താവിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി വഴി കിട്ടിയവരെ, അതിന് സൗഭാഗ്യം ലഭിച്ചവരെ, നിങ്ങളൊരു കാര്യം ചെയ്യണേ. സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണേ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ നമ്മളെങ്ങനെ സ്വലാത്ത് ചൊല്ലല്? നമ്മൾ സാധാ അള്ളാഹുവിന്റെ പേരില്, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ല, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്വലാത്ത് ചൊല്ലാം. അല്ലെങ്കിൽ മറ്റ് സ്വലാത്തുകളൊക്കെ ചൊല്ലാം. സ്വലാത്തുൽ ഇബ്രാഹിമിയ, നമ്മൾ നിസ്കാരത്തിലൊക്കെ ചൊല്ലാറുള്ള സ്വലാത്തുൽ ഇബ്രാഹിമിയ പതിവാക്കാം.
അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നിത്യേന സ്വലാത്ത് ചെല്ലുന്ന സഹോദരിമാരെയും സഹോദരന്മാരെയും എനിക്ക് പരിചയമുണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന കാര്യമാണ്. 15,000 സ്വലാത്ത് വരെ ഒരു ദിവസം ചെല്ലുന്ന സഹോദരങ്ങൾ സഹോദരിമാരുണ്ട്. നിത്യേന ആയിരക്കണക്കിന് സ്വലാത്തുകൾ നിത്യേന പതിവായി ചെല്ലുന്ന സഹോദരങ്ങളുണ്ട്. നമ്മൾ ആ കൂട്ടത്തിലുണ്ടോ? അവർക്കൊന്നും ഒരു പ്രയാസവും അവർ പറഞ്ഞു ദുആ ചെയ്യാൻ പറയാറില്ല. അതിന്റെ മഹത്വം സ്വലാത്തിന്റെ മഹത്വമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പ്രിയമുള്ളവരെ. മാത്രമോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്വലാത്ത് ചൊല്ലിയാൽ എന്താ ഗുണം? വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്വലാത്ത് ചൊല്ലുമ്പോഴുള്ള ഗുണത്തെപ്പറ്റി മഹാത്മാക്കളാകുന്ന പണ്ഡിതന്മാർ തങ്ങളുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ തിരുഹബീബിന്റെ ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് പറഞ്ഞു തരാം. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅത്തി ഫഅക്സിറു അലയ്യ മിൻ അസ്സലാത്തി ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലൈഹി. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും, നിങ്ങളുടെ ദിവസങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം യൗമുൽ ജുമുഅ, യൗമുൽ ജുമുഅ, യൗമുൽ ജുമുഅയാണ്. വെള്ളിയാഴ്ച ദിവസമാണ് നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. ഫഅക്സിറു അലയ്യ, ആ ദിവസത്തിൽ നിങ്ങൾ അധികമാക്കൂ. മിനസ്വലാത്തി, നിസ്വലാത്തിനെ നിങ്ങൾ അധികമാക്കൂ. മിനസ്വലാത്തി, നിങ്ങൾ സ്വലാത്ത് ചൊല്ലലിനെ അധികമാക്കൂ. ഫഇന്ന സ്വലാത്തകും, തീർച്ചയായും നിങ്ങളുടെ സ്വലാത്ത് മഅറൂദത്തുൻ അലൈഹി, എന്റെ മേൽ വെളിവാക്കപ്പെടുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസാണ്. നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക വെള്ളിയാഴ്ച ദിവസം. നല്ല ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം അഫ്ളലി അയ്യാമിക്കും, നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ആ ദിവസം നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലലിനെ അധികരിപ്പിക്കൂ. ആ സ്വലാത്ത് എനിക്ക് വെളിവാക്കപ്പെടുന്നതാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെളിവാക്കപ്പെടുന്നു. ഇനിയോ മറ്റൊരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അക്സറു സ്വലാത്ത അലയ്യ യൗമുൽ ജുമുഅ, ജുമുഅ ദിവസം നിന്റെ മേൽ നിങ്ങൾ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. ജുമുഅ ദിവസം, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എന്റെ മേലിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. വലൈലത്തുൽ ജുമുഅത്തി, ജുമുഅ ദിവസത്തിന്റെ രാത്രിയിലും, അതായത് വെള്ളിയാഴ്ച രാവിനും വെള്ളിയാഴ്ച പകലിലും നിങ്ങൾ സ്വലാത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. ഫമൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ, എന്റെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലയ്യ ബിഹാ അശ്റ, അത് കാരണമായി കൊണ്ട് അല്ലാഹു അവന്റെ മേൽ 10 സ്വലാത്തുകൾ ചൊല്ലുന്നു. ഇതാണ് പ്രയാസമുള്ളവർക്കുള്ള അത്താണി, ഇതാണ് പ്രയാസമുള്ളവർക്കുള്ള വചനം, ഇതാണ് പ്രയാസം അനുഭവിക്കുന്നവർക്കുള്ള ആശ്വാസത്തിന്റെ വചനം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിനേക്ക് പകരമായിട്ട് 1ന് 10 എന്ന കണക്കിൽ അവനക്ക് അല്ലാഹു ആ മനുഷ്യന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. എന്താണ് അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ? അല്ലാഹു മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നു, മലക്കുകൾ ദുആ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹു ആ മനുഷ്യനിക്ക് സ്വലാത്ത് ചെയ്യുന്നു. 1ന് 10 കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ ഒരു സ്വലാത്ത് ആ മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്വലാത്തിന് പകരമായി കൊണ്ട് 10 നന്മകൾ അവനിക്ക് ലഭിക്കുകയാണ്. അവന്റെ 10 പ്രയാസങ്ങൾ ഇല്ലാതാവുകയാണ്. അവന്റെ 10 പ്രയാസങ്ങൾക്ക് പരിഹാരമാവുകയാണ്. അതുകൊണ്ട് ഒരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് ദൂരീകരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന, എന്റെ വീഡിയോ കാണുന്ന എന്റെ എല്ലാ സഹോദരങ്ങളോടും ഞാനടക്കമുള്ള എന്നോടും പറയുകയാണ്, നമ്മളെല്ലാവരും സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. ഇപ്പൊ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിനേക്കാളും കൂടുതൽ സ്വലാത്ത് ചൊല്ലുക, അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. നമ്മൾ എന്താണ് പരിഹാര മാർഗം എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. മുഹിബ്ബു ദുനിയാ ഖായിലുൻ ഐന ത്വരീഖ്, ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവൻ എവിടെയാണ് വഴി എന്ന് ചോദിച്ചുകൊണ്ട് അലഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അവനിവിടെ വഴിയുണ്ട്. സ്വലാത്ത് ചൊല്ലുക, അപ്പോൾ നിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ തീരും, നിന്റെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരും, നിന്റെ രോഗങ്ങൾക്ക് ശമനം ലഭിക്കും.
ഒരു സ്വലാത്തിന് 10 നന്മ കണ്ട് നിന്റെ വീട്ടിൽ റഹ്മത്തുകൾ വന്ന് റഹ്മത്തിന്റെ മാലാഖമാർ വന്നുകൊണ്ട് 10 റഹ്മത്തുകൾ നിനക്ക് ചൊരിഞ്ഞു തരും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമാകുന്നതാണ് സ്വലാത്ത്. ആ സ്വലാത്ത് നമ്മൾ ചൊല്ലാൻ തയ്യാറാവണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. നമ്മൾ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്ക് സ്വലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യം, അധികരിച്ച് ചൊല്ലാനുള്ള ഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വലാത്ത് അധികരിപ്പിക്കുന്നതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് സ്വലാത്തിന്റെ മഹത്വം ഈ 2 ഹദീസിൽ നിന്നും ഒരായത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് പൂർണ്ണമായി കൊണ്ട് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണമെന്ന് ഉണർത്തിക്കൊണ്ട് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അവരും സ്വലാത്ത് ചൊല്ലുമ്പോൾ നിങ്ങൾക്കും അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.